ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ കാണാം. ഇങ്ങനെ ഇരുന്നപ്പോൾ രമ്യ ചേച്ചിക്കൊരാഗ്രഹം പായസം കുടിക്കാം. എന്നാൽ ശരി, സാധനം മേടിക്കാനായിട്ട് പോവാം കടയിലോട്ട്. പോയിട്ട് വരാം. അരി, പച്ചരി, ശർക്കരയൊക്കെ ഇരിപ്പുണ്ട്. അതിനകത്തിടാനുള്ള സാധനങ്ങൾ കുറച്ച് വേണം. അത് വാങ്ങാൻ വേണ്ടി പോവാം. അപ്പോൾ പോയിട്ട് വരാവേ. പൂവനാന്ന പെടയാന്നൊന്ന് വേണ്ട. നമ്മൾ പഴം മേടിച്ചു ഗൈസ്. 425 പൈസ. ഓഫർ കരിഞ്ഞ പഴം. ചേച്ചി അതും കാണിച്ച്. ചെറിയ പാക്കറ്റ് മതി നമുക്ക്. പിന്നെ മുന്തിരിങ്ങ നമ്മുടെ ഇരിപ്പുണ്ട്, ഉണക്ക മുന്തിരിങ്ങ. നമ്മുടെ ചന്ദ്രൻ ചേട്ടൻ അവിടെ നിന്ന് നോക്കുന്നു. ചന്ദ്രൻ ചേട്ടനെ ഇന്ന് വൈറലാക്കുമെന്ന് ഞാൻ പറഞ്ഞു. വൈറൽ കവർന്ന് കാണിച്ചു ചേച്ചി. അപ്പോൾ ഇനി റൂമിൽ ചെന്നിട്ട് പായസം ഉണ്ടാക്കുന്ന കാണാം. പോകുന്നതിന് മുന്നേ, കടയിൽ പോകുന്നതിന് മുന്നേ വെള്ളം വെച്ചായിരുന്നേ. അരി വെള്ളത്തിൽ വിട്ടായിരുന്നു. ചേച്ചി കഴുകി വാരി ഇടുക പായസം വെക്കാനുള്ള. കുറച്ചല്ല, 2 ഗ്ലാസ് അരിയാണ് ചേച്ചി. എത്ര അരി എടുത്തു? 2. ചേച്ചിക്ക് വീഡിയോയിലൊക്കെ വരെ നാണമാണ്. ചേച്ചിയെ ഞാൻ വൈറലാക്കും. പിന്നെ നമ്മുടെ ചേച്ചി വരും. ചേച്ചി, നിങ്ങൾ പായസം വെച്ചോടി, ഞാൻ കൈ കഴുകി വരാമെന്നില്ലേ? ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ് കൈ കഴുകണ്ടാടി, സ്പൂണ് മതിയെന്ന്. അപ്പം അരി ഇരുന്ന് വേകട്ടെ. എന്നിട്ട് ശർക്കര ഇപ്പം ഇടുക ചേച്ചി? ഇല്ല. ഓക്കെ. ഇനി നമുക്ക് തേങ്ങ ഇടാവേ. അരി വെന്തു. തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ശർക്കര ഇടുന്നതെന്ന് ചേച്ചി പറഞ്ഞു. ഇത് തിരുവനന്തപുരം സ്റ്റൈല് പായസമാണ്. തിരുവനന്തപുരം സ്റ്റൈല് പായസം. അപ്പം നമ്മുടെ അരി വെന്തിരിക്കുവാന്നേ. ഇനി ശർക്കര പാനിയാക്കി വെച്ചായിരുന്നു, അത് അരിച്ച് ഒഴിക്കുക. ചേച്ചി ഇതിനെന്തു ചേച്ചി തിരുവനന്തപുരത്ത് പറയുന്നേ? ഇതിപ്പം ലൂസായിട്ടല്ലല്ലോ. പൊങ്കാല പായസം അങ്ങനെയൊക്കെ ക്ഷേത്രത്തിലൊക്കെ വയ്ക്കണേ. പക്ഷെ നമ്മുടെ ക്ഷേത്രത്തിൽ ഇങ്ങനെ അരിച്ചൊന്നുമല്ല ഒഴിക്കണം, അല്ലാതെ. നമ്മുടെ സാധനമൊക്കെ വെന്തിരിക്കുക. പക്ഷെ എടുത്ത ശർക്കര മൊത്തം ഒഴിച്ചില്ല കേട്ടോ. അതേ ലൂസ് ശർക്കര ആയതുകൊണ്ട് നമുക്കതിൻ്റെ അളവ് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ കുറച്ച് മാറ്റി വെച്ചു. ഒരബദ്ധം പറ്റിയ അളിയാ. നെയ്യുണ്ട് ഫ്രിഡ്ജിലുണ്ട്. നമ്മുടെ നേപ്പാളി കുട്ടിയുടെ നെയ്യ് ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. പക്ഷേ കടയിൽ പോയി നമ്മൾ ബാക്കി സാധനം വാങ്ങിച്ചിട്ട് വന്നിട്ട് ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ നെയ്യില്ല. രമ്യാളിയൻ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ ചേച്ചി വരുമല്ലോ. അപ്പോൾ ചേച്ചി വന്നിട്ട് ഇനി നമുക്ക് നെയ്യും ബാക്കിയുള്ളതൊക്കെ വറുത്തിടാം. ചേച്ചി സുഖല്ലേ? നമ്മുടെ ചേച്ചി വരുന്നുണ്ട് ഗൈസ്, കാണാമോ? ചേച്ചി കാർഡ് ഇട്ട് കൊടുക്കാം. പായസം കുടിക്കാൻ വരുവാ. പെട്ടെന്ന് വാ, കയറി വാ. പായസത്തിനകത്ത് ഇടാനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എല്ലാം ഇറക്കി തിന്നോ. ഇത് തിന്നാനാന്നോടി നീ വന്നേ? തിന്നണം. പായസത്തിലിട്ട് പായസത്തിന്റെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് പോവാ. അമാലി വന്നിട്ടുണ്ട്, ഇളക്കാൻ മാത്രമേ. നോക്കി ചേച്ചി, അത് കൂട്ടി വെക്കുക ചേച്ചി. സി ചേച്ചി, അത് മറ്റേതുകൂടി ഇടറി. ഇതിനകത്ത് എക്സ്ട്രാ ഒരു സാധനം ആഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ 2 കമൻറ്റേലും വന്നാൽ ഇതിൻ്റെ റെസിപ്പി പറയും. ആണോ രമ്യ ചേച്ചി? പറ. മുന്തിരിങ്ങായി വിട്ടെ ചേച്ചി. ഇതിൻ്റെ റെസിപ്പി ആരെല്ലാം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുമോ? തിരുവനന്തപുരം സ്റ്റൈല്. തീർച്ചയായും. സുജാമ ലാസ്റ്റ് വന്നിട്ട് അവളാ കടുക് ഇറക്കുന്നതേ. കഴിഞ്ഞു. കടുകല്ലല്ലോ, നെയ്യിൽ മൂപ്പിക്കുന്നതല്ലേ. ഇടുക. നമ്മുടെ നേപ്പാളി കുട്ടിക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി, അതുകൊണ്ട് അവളെ കാണാത്ത. അമ്മു ഉണ്ട്. അമ്മു ഒരു ക്ലാസ്സിലാണ്. കൂട്ടുകാരെ, നമ്മുടെ പായസം കണ്ടോ? വിളമ്പി പാത്രത്തിൽ കണ്ടോ? ചൂട് പറക്കുന്ന കണ്ടോ? വിളമ്പി. അപ്പോൾ ചേച്ചി അങ്ങനെ ഉണ്ട് ചേച്ചി നമ്മുടെ പായസം? സൂപ്പർ. കുടിച്ചിട്ട് പറ. സൂപ്പർ. രമ്യ ചേച്ചി എങ്ങനെയുണ്ട് നമ്മുടെ പായസം? അപ്പോൾ പറ അഭിപ്രായങ്ങൾ.
കമൻ്റ് ഇടണം. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ പായസത്തിൻ്റെ റെസിപ്പി അപ്പോൾ ഓക്കെ, പായസത്തിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിക്കണം. 2 പേരെങ്കിലും ചോദിച്ചാൽ നമ്മൾ അപ്പം ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.